ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വായു മലിനീകരണത്തോടൊപ്പം മൂടൽമഞ്ഞ് കൂടി ഡൽഹിയെ പിടിമുറുക്കി. താപനില 7 ഡിഗ്രി സെൽഷ്യസിലേക്ക് താണു. ഇതോടെ പലയിടത്തും ദൂരക്കാഴ്ച പരിധി 50 മീറ്ററായി. തുടർന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ദൂരക്കാഴ്ച പരിധി കുറഞ്ഞതോടെ വാഹന ഗതാഗതം താറുമാറായി. ചൊവ്വാഴ്ച രാവിലെ യമുന അതിവേഗ പാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടങ്ങളുണ്ടായി. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. മൂടൽമഞ്ഞിനെ തുടർന്ന് തിങ്കളാഴ്ച 128 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 8 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഏകദേശം 200 സർവീസുകൾ വൈകുകയും ചെയ്തു. ഉത്തർപ്രദേശ് സർക്കാർ ജനുവരി 1 വരെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോയിഡ, ഗുരുഗ്രാം ഉൾപ്പെടെയുള്ള NCR മേഖലകളിലും അവധി ബാധകമാണ്. കനത്ത മഞ്ഞിനൊപ്പം അന്തരീക്ഷ മലിനീകരണം 400-ന് മുകളിലായി. പലയിടത്തും കാഴ്ച പരിധി 0-ലെത്തി. മലിനീകരണ തോത് ഉയർന്നതോടെ N95 മാസ്ക് ഉപയോഗിക്കാൻ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ വരും ദിവസങ്ങളിൽ ശൈത്യതരംഗം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്.